ചൊവ്വാഗ്രഹത്തിൽ കണ്ടെത്തിയ തണുത്തുറഞ്ഞ മണൽക്കൂനകളുടെ രഹസ്യം എന്താണ്? എന്തുകൊണ്ടാണ് ചൊവ്വാഗ്രഹത്തിലുള്ള മണൽക്കൂനകൾ കാറ്റടിച്ചാലും ചലനരഹിതമായി തുടരുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ശൈത്യകാലത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉറഞ്ഞ് മഞ്ഞ് പാളിയായി മാറുന്നു. എന്നാൽ കാറ്റടിക്കുമ്പോൾ മണലുകൾ വന്നു കൂടി അത് മൂടുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് കാറ്റടിക്കുമ്പോൾ ഈ മഞ്ഞുപാളി ഉള്ളതുകൊണ്ട് തന്നെ അതൊരു തടസ്സമായി അവിടെ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഈ മണലുകൾ മറ്റെങ്ങും പോകാതെ അവിടെ ഒരു കൂനയായി കാണുന്നു. അതുകൊണ്ടാണ് ചൊവ്വാഗ്രഹത്തിൽ കാറ്റടിച്ചാൽ പോലും ഈ മണൽക്കൂണകൾക്ക് യാതൊരു വിധമായ മാറ്റവും സംഭവിക്കാതെ അതേപോലെ തന്നെ തുടരുന്നത്. ഇത് പകർത്തിയത് നാസയുടെ റിക്കോണസൻസ് ഓർബിറ്റർ എന്ന സാറ്റലൈറ്റ് ഉപയോഗിച്ചാണ്. 2022 സെപ്റ്റംബറിലാണ് ഈ ചിത്രം അവരെടുത്തത്. എന്നാൽ ഇത് പുറത്തുവിട്ടത് ഡിസംബർ 2024 മാത്രം. ചൊവ്വാഗ്രഹത്തിലുള്ള കാലാവസ്ഥയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡുകൾ തണുത്ത് മഞ്ഞുപാളികളായി മാറുന്നത് ചൊവ്വാഗ്രഹത്തിലെ നോർത്തേൺ വിന്ററിന്റെ സമയത്താണ്. ഇങ്ങനെ കട്ടിപിടിച്ച ഈ കാർബൺ ഡൈ ഓക്സൈഡ് പാളികൾ ഒരു മതില് പോലെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ മണലൊന്നും അവിടെ നിന്നും മാറാതെ നിൽക്കുന്നതിന്റെ കാരണം. എന്നാൽ ഭൂമിയിലെ സാഹചര്യമായി നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ കാറ്റിന്റെ ഫലമായി മണലുകൾ പറന്നു പോവുകയും അതിന്റെ ഫലമായി മണൽക്കൂനകൾക്ക് കാര്യമായ ഷേപ്പിൽ മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ചൊവ്വാഗ്രഹത്തിൽ സംഭവിക്കാത്തതിന്റെ കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ കട്ടിപിടിച്ച് മഞ്ഞുപാളിയായി തുടരുന്നതുകൊണ്ട് മാത്രമാണ്. എന്നാൽ വസന്തകാലം ആകുമ്പോഴേക്കും ഈ മഞ്ഞുരുകയും ഗ്യാസ് ആയി മാറുകയും ചെയ്യുന്നു. അതോടുകൂടി ഈ പ്രതിഭാസം നിലയ്ക്കുകയും ചെയ്യുന്നു. പിന്നീട് വീണ്ടും അടുത്ത ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ചലിക്കാതിരിക്കുന്ന മൺകൂനകൾ ഉണ്ടാകുന്നത്. ചൊവ്വാഗ്രഹത്തിന്റെ മുൻകാല കാലാവസ്ഥയെ മനസ്സിലാക്കുന്നതിന് ഈ തണുത്തുറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് വലിയ പ്രാധാന്യമാണുള്ളത്. കാലക്രമേണ ചൊവ്വാഗ്രഹത്തിന്റെ അച്ചുതണ്ടിന്റെ ചരിവ് മാറുന്നതിനനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഐസ് വാതകമായി മാറുന്നതിന് ഇത് ബാധിച്ചിരുന്നു. ഈ പ്രക്രിയ അന്തരീക്ഷത്തെ കട്ടിയാക്കുകയും ദ്രാവക ജലത്തിന് ഉപരിതലത്തിൽ ദീർഘകാലത്തേക്ക് നിലനിൽക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കാം. ഇതാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ചൊവ്വാഗ്രഹത്തിന്റെ കാലാവസ്ഥാ പരിണാമത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ജീവൻ നിലനിർത്തുവാനുമായുള്ള അതിന്റെ കഴിവിനെ വിലയിരുത്തുവാനുമായി ശാസ്ത്രജ്ഞന്മാർ ഈ കാലാനുസൃതമായ മാറ്റങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഗ്രഹത്തിന്റെ ഏതെങ്കിലും ചരിത്ര ഘട്ടത്തിൽ ദ്രവജലം സ്ഥിരതയുള്ളതായിരുന്നെങ്കിൽ അത് സൂക്ഷ്മജീവികളുടെ ജീവിതത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നായിരുന്നു കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. ചൊവ്വാഗ്രഹത്തിന്റെ ധ്രുവപ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ -123 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴാറുണ്ട്. ഈ സാഹചര്യങ്ങൾ മഞ്ഞുവീഴ്ചയ്ക്കും മഞ്ഞു രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. ഈ തണുത്തുറഞ്ഞ മണൽക്കൂനകളുടെ കണ്ടെത്തൽ ചൊവ്വാഗ്രഹത്തിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുക മാത്രമല്ല, ജീവൻ നിലനിർത്താനുള്ള ഗ്രഹത്തിന്റെ കഴിവിനെക്കുറിച്ചുള്ള കൗതുകകരമായ ചോദ്യങ്ങളും ഉയർത്തുകയും ചെയ്യുന്നു. ചൊവ്വാഗ്രഹത്തിന്റെ കാലാവസ്ഥയെ പഠിക്കുന്നത് വഴി ചൊവ്വാഗ്രഹത്തിൽ മുമ്പ് ജീവൻ ഉണ്ടായിരുന്നു എന്ന ഉത്തരവും കണ്ടെത്തുവാനും ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയും. അങ്ങനെയാണ് അവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നന്ദി.